തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കൗതുകകരമായ കഥകളുടെ കലവറയാണല്ലേ. അവ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും മറന്നുപോയ മുഖങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കേരള നിയമസഭയുടെ കഥ റോസമ്മ പുന്നൂസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 1957 ഇടുക്കി ജില്ലയിലെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തര കേരള നിയമസഭയിലേക്ക് റോസമ്മ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ MLA ആയിരുന്നു അവർ. 1957 ഏപ്രിൽ 10 പ്രോട്രോം സ്പീക്കർ സ്ഥാനം അവർക്ക് ലഭിച്ചു. തുടർന്ന് നിയമസഭയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞയും ചെയ്തു. രസകരമായ ഒരു സംഭവ വികാസത്തില് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ കോടതി വിധിയെ തുടർന്ന് ആ സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയും റോസമ്മയായി. CPI സ്ഥാനാർത്ഥി റോസമ്മ പുന്നൂസിനെ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സാധുവായ കാരണങ്ങളില്ലാതെ തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതായി കോൺഗ്രസ് സ്ഥാനാർത്ഥി BK നായർ പരാതി നൽകി കോട്ടയം ട്രൈബ്യൂണലിനെ സമീപിച്ചതിനെ തുടർന്നാണിത്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. കാരണം പുതുതായിട്ട് രൂപീകരിച്ച സർക്കാരിനെ കുറിച്ചുള്ള പൊതുജന വികാരം അളക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരു വശത്ത് സാമൂഹിക പരിഷ്കാരങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന വിപ്ലവകരമായ നിയമങ്ങൾ കാരണം EMS ഗവൺമെന്റ് വ്യത്യസ്ത താൽപര്യ ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിട്ടു. മറുവശത്ത് ഉത്കണ്ഠാകുലരായ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുകയായിരുന്നു. ആ ഒരു സമയം തിരഞ്ഞെടുപ്പ് ചൂട് എക്കാലത്തേക്കാളും ഉയർന്ന നിലയിലേക്ക് ഉയർന്നു വന്നു. ഇത് ഒരു താരനിമിത്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനും കാരണമായി. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയപ്പോൾ പിന്നീട് കേരള മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനായിരുന്നു റോസമ്മയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല. ഒരു രാഷ്ട്രീയ മാസ്റ്റർ പീസില് തമിഴ് വോട്ടർമാരുടെ ഗണ്യമായ ഒരു മണ്ഡലത്തിൽ റോസമ്മയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തുവാൻ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ മക്കൾ തിലകം MGRനെ തന്നെ ബോധ്യപ്പെടുത്തി. കേരളത്തിൽ അദ്ദേഹം പ്രചാരണം നടത്തിയത് അപ്പോഴാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുത എന്തെന്ന് പറഞ്ഞാല് അന്ന് ചെറുപ്പത്തിൽ തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയും റോസമ്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രചാരണം നടത്തി എന്നുള്ളതാണ്. മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉപതിരഞ്ഞെടുപ്പ് ഫലം ഒരു കനത്ത ആഘാതം തന്നെയായിരുന്നു. മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് 3 ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് റോസമ്മ പുന്നൂസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കോൺഗ്രസ് സംഘടനയ്ക്കെതിരായ വോട്ട് എന്നാണ് ഹിന്ദു ഈ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്. പുതിയ വിജയത്തിന്റെ ആവേശത്തില് റോസമ്മ വീണ്ടും നിയമസഭയിലേക്ക് മടങ്ങി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് നിരവധി ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും റോസമ്മ പുന്നൂസിന്റെ രാഷ്ട്രീയ സ്വാധീനം തള്ളിക്കളയാനാവില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉപതിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എങ്കിലും റോസമ്മ പുന്നൂസിന്റെ ദീർഘവും പ്രയാസകരവുമായ രാഷ്ട്രീയ യാത്രയിലെ നിരവധി അധ്യായങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഭാഗ്യവശാൽ പാരമ്പര്യങ്ങളെ ധിക്കരിക്കുന്ന രാഷ്ട്രീയത്തില് ഒരു മാതൃകയെ കണ്ടെത്താൻ റോസമ്മയ്ക്ക് അധികം ദൂരെ പോകേണ്ടി വന്നില്ല. അവരുടെ മൂത്ത സഹോദരി അക്കാമ ചെറിയാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1938 തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിനെതിരെ സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ റാലിയിലൂടെയാണ് അവർ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായും അവർ കുറച്ചു കാലം സേവനം അനുഷ്ഠിച്ചു. തിരുവിതാംകൂർ സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിലും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. രസകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ലോക്സഭയിലേക്കുള്ള ആദ്യ ഉപതിരഞ്ഞെടുപ്പില് അക്കാമ ചെറിയാൻ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ സമർത്ഥമായ മാർഗനിർദ്ദേശ പ്രകാരം 1939 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെയാണ് റോസമ്മ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് 1948 അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. ജാതിയും ലിംഗപരവുമായ വേർതിരിവുകൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനത്തെക്കുറിച്ച് പറയട്ടെ. പൊതു ഇടങ്ങൾ സ്ത്രീകൾക്ക് അപ്രാപ്യമായിരുന്നു. ശത്രുതാപരമായ സാഹചര്യങ്ങൾക്കിടയിലും റോസമ്മ ശക്തമായി തന്നെ പോരാടി. 3 വർഷത്തെ ജയിൽവാസം പോലും സഹിച്ചു. ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടെ അവരുടെ രാഷ്ട്രീയ ജീവിതം അങ്ങ് അവസാനിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് ശേഷം അവർ CPIയെ പിന്തുണച്ചു. 82 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് അവർ പരാജയപ്പെടുകയായിരുന്നു. 87 അവർ രണ്ടാമതും നിയമസഭയിലേക്ക് തിരിച്ചെത്തി. രാഷ്ട്രീയ ഓഫീസിന് പുറമെ കേരള മഹിളാ സംഘം പ്രസിഡന്റ്, ഹൌസിംഗ് ബോർഡ് മേധാവി എന്നീ നിലകളിലും 10 വർഷം റബ്ബർ ബോർഡ് അംഗമായിട്ടും സേവനം അനുഷ്ഠിച്ചു. 98 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മാത്രമാണ് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചത്. റോസമ്മ എല്ലാ അർത്ഥത്തിലും ഒരു സ്വാർത്ഥമതിയായിരുന്നു. സ്ത്രീകൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ അപൂർവമായിട്ട് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ആ ഒരു സമൂഹത്തില് അവരൊരു നിയമബിരുദധാരിയും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയുമായിരുന്നു.
തൊഴിലാളികളുടെ കേസുകൾ അവർ ഏറ്റെടുക്കുകയും അവരുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടുകയും ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ PT പുന്നൂസുമായുള്ള വിവാഹം അവർ ആരായിരുന്നുവെന്നും അവർ ജീവിക്കുവാൻ തിരഞ്ഞെടുത്ത അസാധാരണ ജീവിതത്തെയും വെളിപ്പെടുത്തുന്നു. അക്കാലത്ത് കത്തോലിക്കര് കമ്മ്യൂണിസ്റ്റുകാരുമായി ശത്രുതയിലായിരുന്നു. അതിനു പുറമെ പുന്നൂസ് ഒരു മാർത്തോമ സിറിയക്കാരനായിരുന്നു. ഒരു കത്തോലിക്കനും മാർത്തോമൈറ്റും തമ്മിലുള്ള വിവാഹബന്ധം ആ പ്രദേശത്ത് കേട്ട് കേൾവിയില്ലാത്തതായിരുന്നു. പ്രശസ്തമായ കൈപ്പറമ്പിൽ കുടുംബാംഗമായ റോസമ്മയുടെ കുടുംബം കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുകയും ഈ ബന്ധത്തെ എതിർക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാകുവാൻ തുടങ്ങി. പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെതിരായ അടിച്ചമർത്തൽ കാരണം പുന്നൂസ് അന്ന് ഒളിവിൽ പോവുകയായിരുന്നു. എന്തൊക്കെ തന്നെയായിരുന്നാലും അവരുടെ ജീവിതത്തിലെ മുൻകാല അനുഭവങ്ങൾ പോലെ അംഗീകാരം ലഭിക്കാത്ത ഈ പ്രയാസകരമായ തീരുമാനവുമായി അവർ മുന്നോട്ടു പോയി. കൊച്ചിയിലെ ഒരു പള്ളിയിൽ വെച്ച് മാർപ്പാപ്പയുടെ പ്രത്യേക സമ്മതപത്രത്തോടെ അവർ അദ്ദേഹത്തെ വിവാഹം ചെയ്തു. റോസമ്മയുടെ ജീവിതത്തിനും പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിനും അർഹമായ രേഖകൾ ലഭിച്ചിട്ടില്ല. അവരുടെ ജീവിതവും സേവനകാലവും ഉൾക്കൊള്ളുന്ന രേഖകൾ വളരെ വിരളമായി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാകും. സ്വാതന്ത്ര്യാനന്തരം കേരള നിയമസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം അഭിമാനകരമായ കാര്യമായിരുന്നില്ല. കേരള നിയമസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം ഇതുവരെ 10% കവിഞ്ഞിട്ടില്ല. സംസ്ഥാനം ഒരിക്കലും ലോക്സഭയിലേക്ക് 2ൽ കൂടുതൽ വനിതാ പ്രതിനിധികളെ അയച്ചിട്ടില്ല. പുരോഗമനപരമായ മുഖഛായയ്ക്ക് കീഴിൽ പുരുഷാധിപത്യ മൂല്യങ്ങളുടെ അവശിഷ്ട പാളിയെ ഈ വസ്തുതകൾ കാണിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അവസരം ലഭിച്ചാൽ സ്ത്രീകൾക്ക് എന്ത് നേടാനാകുമെന്ന് മറക്കാൻ എളുപ്പമാണ്. കേരള സമൂഹത്തിലെ ഈ ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകളുടെ ഓർമ്മപ്പെടുത്തലാണ് റോസമ്മയുടെ ജീവിതം. സാമൂഹിക മാനദണ്ഡങ്ങളെ ധിക്കരിക്കുന്നത് ഒരു ശരാശരി വ്യക്തിക്ക് ഒരു വ്യതിയാനമാണെങ്കിൽ റോസമ്മയ്ക്ക് അതൊരു ജീവിത രീതിയുമായിരുന്നു. മുൻപ് അങ്ങനെയൊന്നും ഇല്ലാത്ത വഴികൾ അവർ വെട്ടിത്തുറന്നു. എന്റെ ഡോക്ടറൽ ഗവേഷണത്തിനായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയക്കാരെ അഭിമുഖം നടത്തുമ്പോൾ ലിംഗവിവേചനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പതിവായി കേൾക്കുന്ന ഒരു വാചകം അത് കാലക്രമേണ മെച്ചപ്പെടുമെന്നതാണ്. മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്നതും അതിരുകളെ ലംഘിക്കുന്നതും ആളുകൾ നിർത്തിയാൽ സമൂഹത്തിൽ മെച്ചപ്പെടാൻ കഴിയില്ലെന്ന് സൗകര്യപൂർവ്വം മറക്കുന്നു. പൊതുരാഷ്ട്രീയ ഇടങ്ങളിൽ തുടർച്ചയായി പോരാടി അവർ പുനർനിർമ്മിച്ച ജീവിതവും അതിരുകളും കാരണം ആദ്യ ഉപതിരഞ്ഞെടുപ്പിന്റെ കഥ റോസമ്മ പുന്നൂസിന്റെ കഥയായി മാറുന്നു. അധികാരത്തിന്റെ ഉയർന്ന തലങ്ങളിൽ മതിയായ സ്ത്രീ പ്രാതിനിധ്യത്തിനായി നമ്മൾ ഇപ്പോഴും മുറവിളി കൂട്ടുന്ന നിലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച രാഷ്ട്രീയത്തിലെ ഒരു സ്ത്രീയുടെ കഥ ഒരു ആദരാഞ്ജലി അർഹിക്കുന്നു.